ഹലോ, അപ്പം വെൽക്കം ബാക്ക്. അതല്ലേ നമ്മുടെ ഒരു ശരിയല്ലേ? നമുക്ക് തുടക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ വെൽക്കം ബാക്ക് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ അഡിലേഡിലോട്ടുള്ള എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും നാട് പോയിട്ടുണ്ടെങ്കിൽ ആ നാട് കാണണമെന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനത്തെ പിപ്പികളുണ്ട് ഇവിടെ. നമ്മുടെ അവിടുത്തെ കക്കയിറച്ചി എന്ന് പറഞ്ഞ് കക്കയൊക്കെ ഇവിടെ കുറേ കിട്ടും കേട്ടോ. പക്ഷേ അവിടെ ഒരു സീസണുണ്ട്, നമുക്ക് ആ സീസണുകളിൽ ഇത് പറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ സീസണിൽ അത് കുഞ്ഞുങ്ങളെയൊക്കെ വിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ പിപ്പികളെ പിറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 800 മീറ്റർ നമ്മൾ ഈ വഴിക്ക് കൂടെ നടക്കുവാണെങ്കിൽ നമ്മൾ ഗോൾവ ബീച്ചിലെത്തുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഈ ഗോൾവ ബീച്ച് ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടു. സാധാരണ നമുക്ക് എല്ലാ ബീച്ചുകളിൽ കൂടെയും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗോൾവ ബീച്ചിൽ കൂടെ ഡ്രൈവ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നതാണ്. പിന്നെ മീൻ പിടിക്കാനും ഒത്തിരി ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഈ വഴിക്ക് കൂടെ നടന്ന് പോയിട്ടാണ് എല്ലാവരും മീൻ പിടിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ മീൻ പിടുത്തക്കാർ അവിടെ കടലിലൊക്കെ മീൻ പിടിക്കുന്നവർക്കൊക്കെ കടലമ്മയുടെ അടുത്തോട്ട് പോകുന്ന സ്ഥലമാണ് ഈ വഴി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കണ്ടൽക്കാടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കണ്ടൽക്കാടിനുള്ളിൽ ഫോക്സുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് പട്ടീനെയൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പട്ടികൾ ഈ വഴിക്ക് കൂടെ. ഇവർ നമ്മളിപ്പം വിചാരിക്കുമോ ഇതന്നെ പട്ടികളെ പറഞ്ഞു തന്നെ, ഇവിടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സാധനമാണ് ഡോഗ് കേട്ടോ. പട്ടികളെ കൊണ്ടാണ് ഇവരിപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും അത് ഉള്ളിൽ തന്നെ നിർത്തിയാണ് ഒരു പട്ടികൾ വളർത്തുന്നത്. എല്ലാ വീട്ടിലും ഒന്നല്ലെങ്കിൽ 2 പട്ടികൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പം പിന്നെ അവരെവിടെ പോയാലും ഈ പട്ടികൾക്ക് കുഞ്ഞൊരു വീട് പോലൊരു സാധനം ഉണ്ടാകും. അതൊക്കെ കൂട്ടി പട്ടികളെയും കൊണ്ടാണ് ഇവരെല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ അവർ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഡോഗ്സ് നോട്ട് അലൗഡ് എന്ന്. അപ്പം നമുക്ക് പട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനോട് പോകാൻ പറ്റത്തില്ല. പട്ടികളെ നമ്മളൊന്നെങ്കിൽ വണ്ടിയിലാക്കണം അല്ലെങ്കിൽ വീട്ടിലാക്കിയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളിപ്പം ഈ വഴിക്ക് കൂടി ഇങ്ങനെ നടന്നു നോക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞു ഒച്ചുകളെ കാണാൻ പറ്റും കേട്ടോ. റൗണ്ട് വൈറ്റ് ഒച്ചുകൾ, ബ്രൗൺ അല്ല കേട്ടോ, വൈറ്റ് കളറുള്ള ഒച്ചുകളാണ് ഇവിടെ കാണുന്നത്. ഇനി പിപ്പിയുടെ കാണുമെന്ന് പറഞ്ഞാൽ പിപ്പിനെ ഇതുവരെ കണ്ടില്ല, നോക്കാം നമുക്ക്. ഇപ്പോൾ നല്ല 2 മണിയാകുന്ന സമയം കേട്ടോ. ഉച്ചവെയിൽ നല്ല കാഠിന്യം തന്നെയുണ്ട്. ഞങ്ങളുടെ ഉച്ചയൊക്കെ നന്നായിട്ട് പൊള്ളി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ചൂടിപ്പോൾ നമുക്ക് തണുപ്പ് കാറ്റ് തന്നെയാണ് ഇവിടെ, തണുപ്പ് സീസൺ ആയതുകൊണ്ട്. എങ്കിലും ആ വെയിൽ നമ്മുടെ മേത്ത് കൊള്ളുന്നതിന് നല്ലൊരു ചൂടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പം ഊരിയില്ല, സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്വെറ്റർ നമ്മൾ ഊരിയാലോന്ന് വിചാരിച്ചു, പിന്നെ വെയിൽ കൊള്ളില്ല എന്ന് വെച്ചിട്ട് ഊരാണ് ഞങ്ങൾ നടന്നു പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സീസൺ തന്നെ ഇപ്പോൾ ഇവിടെ ചൂടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് നടക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഈ സീസണിൽ ഇപ്പം നമുക്ക് ഇതിലൂടെ നടന്നു പോകാനൊക്കെ നല്ല രസമായിട്ട് നമുക്ക് താഴോട്ടൊക്കെ നടന്നു പോകണമെങ്കിൽ. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബോറടിക്കുമ്പോൾ ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ക്ഷീണമാവും, നടക്കാനൊക്കെ അങ്ങനെ മടിയായിരിക്കും. ഇതിൽ കണ്ട് ഈ സാധനം ഞാൻ പറഞ്ഞു കേട്ടോ, ഇവിടെ അല്ലെങ്കിൽ ഒച്ചു പോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടോ. ഇത് ഒച്ചല്ലേ, നമ്മളിങ്ങനെ നമ്മൾ തന്നെ പറയുന്നത് ഇങ്ങനെ തന്നെ. വേറെ ഒരു സാധനം നമുക്ക് ഈ ഒച്ച പോലെ തന്നെ ഇവിടെ ഇത് തന്നെ വേറെ തരം ഒച്ച കേട്ടോ. ഇവിടെ ഉണ്ട് വലിയൊരു ബ്രൗൺ കളറുള്ള സാധനം ഉണ്ട് കേട്ടോ. അതിന് വെച്ച് വലിപ്പം കൂടുതലാണേ. ഇപ്പം ഇവർ പറയുന്നത് നേച്ചർ എന്നാണ് പറയുന്നത്, നേച്ചർ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ നേച്ചറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പണ്ട് ശംഖ് കണ്ടിട്ടില്ലേ? നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ശംഖ് കണ്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞില്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ കൂടി ഒരു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ശംഖ് കിട്ടുന്ന പോലെ അത് കടലിൻ്റെ ഉള്ളിൽ നിന്ന് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോഴൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ അങ്ങനെ അറിയത്തില്ല. കൂടുതലും ഞാൻ ഈ കക്കയും കണ്ടിട്ടുണ്ട്, കല്ലുമ്മക്കയും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ചൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോൺസ് പോലത്തെയും കുറേ അൽഗ പോലത്തെ കുറച്ച് ലീവ്സ് ഇങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോഴത്തേക്ക് പണ്ടത്തെ ശംഖ് പോലെ കണ്ടത് ശംഖ് പോലെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാധനത്തെ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ അവിടെ. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പണ്ട് ഇങ്ങനെ വലിയ സാധനം കിട്ടത്തില്ലായിരുന്നോ. ഇവിടുത്തെ കടലിൽ മാത്രം കാണുന്നൊരു സാധനം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്നും കഴിക്കത്തില്ല, പക്ഷേ ഇവിടുത്തെ ആളുകൾ ഇതിന് വലുപ്പം കൂടുതലാണെങ്കിൽ ഇത് കഴിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പിന്നെ ഈ ചൈനീസ് സീരിയലുകളിൽ നമ്മൾ ഈ ചൈനക്കാരുടെ വില്ലേജ് കുക്കിംഗ് എന്ന് പറയുന്ന വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ നമുക്ക് കാണാം. അങ്ങനെ കുക്കിംഗ് കാണുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വീഡിയോസ് പോപ്പപ്പായി വരത്തില്ലേ. അതിനകത്ത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഈ കടലിൽ നമ്മുടെ ഈ പുഴയിലൊക്കെ കാണത്തില്ല ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ. അതിനെയൊക്കെ പിടിച്ചിട്ട് നേരെ കൊണ്ട് എണ്ണയിലിട്ട് വറുത്ത് കഴിക്കുന്നത് കേട്ടോ. നമ്മളൊന്നും കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷേ ഇവർ കഴിക്കുന്ന ആളുകൾ ഉണ്ടെന്നർത്ഥം. നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യാത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ കോൺഫറൻസിനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ അബുദാബിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കല്ലുമ്മക്കയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് കല്ലുമ്മക്ക വേവിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കത്തെ മീറ്റ് എടുക്കുന്നു, മീറ്റ് അതെടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്തു അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ
അറബികളും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നൈജീരിയൻസ്, ഈവൻ വെസ്റ്റേൺസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് അത് ഓപ്പൺ ആക്കിയിട്ട് ആ സാധനം അങ്ങനെ തന്നെ പച്ചയോടെ ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. നമ്മൾ ആ ഫുള്ള് കക്കയും ഇട്ടിട്ട് വേവിച്ചിട്ട് ആ കക്ക അങ്ങനെ ഓപ്പൺ ആക്കി, കക്ക അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവിക്കത്തില്ല. അതിൻ്റെ അകത്തെ മീറ്റ് ജസ്റ്റ് കല്ലുമ്മക്ക ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ആ ഫ്രഷ് മീറ്റ് അങ്ങനെ എടുത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നവർ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്കത് കാണുമ്പോൾ അറപ്പ് തോന്നും, പക്ഷെ നമ്മളത് ശീലമില്ലാത്തത് കൊണ്ടാണ്. ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ചിലർക്ക് നമുക്ക് ഉണക്കമീൻ ഇഷ്ടമല്ല. അപ്പോൾ ചില ഉണക്കമീൻ കഴിക്കാത്ത ആളുകൾക്ക് ഈ ഉണക്കമീൻ കാണുമ്പോൾ അതിനൊരു അറപ്പാണ്. അപ്പോൾ നമ്മളിപ്പം വെജ് കഴിക്കുന്ന ആളുകൾക്ക് നോൺ വെജ് കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെ. അപ്പോൾ അത് ആ ശീലമായി അവരുടെ കൾച്ചറാണ്. അപ്പോൾ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ നാടുകളിലും അവർ ജനിച്ച് വളർന്ന സാഹചര്യം അനുസരിച്ചല്ലേ അവർ ജീവിക്കുക. അപ്പം നമ്മുടെ സാഹചര്യമായിരിക്കത്തില്ല, ഓരോ സ്ഥലത്ത് മാറി വരുമ്പോഴത്തേക്ക് അത് വേറെ വേറെ. ഞാനിങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം, ഇതിങ്ങനെയാണോ കഴിക്കുന്നത്, നമ്മൾ ഫ്രഷായിട്ടല്ലേ കണ്ടേ, ഇങ്ങനെ ഇവർ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. അതുപോലെ തന്നെ എൻ്റെ ഇച്ചാനാണെങ്കിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ അബുദാബിയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് വന്ന് ഫസ്റ്റ് നമുക്കൊരു വിസ എക്സിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വേറൊരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ. അവിടെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞൊരു ദ്വീപുള്ളൊരു സ്ഥലത്തോട്ടാണ് ഇച്ചാൻ അപ്പോൾ അന്ന് ജസ്റ്റ് എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അന്ന് പോയപ്പോൾ നിന്നപ്പോഴത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാനെ നമ്മൾ കുറച്ച് വേറൊരു നാട്ടുകാരുടെ കൂടെ, ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, നിൽക്കേണ്ടി വന്നത്. അപ്പം അവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാൻ അവരുടെ കൂടെ പോയി, കാരണം വേറെ അക്കോമഡേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ കൂടെയായിരുന്നു അക്കോമഡേഷൻ. അവർ നേരെ തന്നെ ഒരു ദ്വീപിൻ്റെ നടക്കുക കേട്ടോ. അപ്പോൾ കടലിലാണ്, അപ്പോൾ കടലിൻ്റെ കരയാണ്. ഇവർ പോയിട്ട് ചൂണ്ട കഴിക്കണ്ടായിരുന്നു, നമ്മൾ ചൂണ്ട കിട്ടും. അപ്പോൾ ചൂണ്ട കിട്ടി ഇവർ മീൻ മേടിച്ച് നേരെ തന്നെ ജസ്റ്റ് കലത്തിൽ വെള്ളം തിളപ്പിച്ചു. ആ വെള്ളത്തിലോട്ടേക്ക് ഈ മീനിനെ ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് പച്ച ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒനിയൻ്റെയൊക്കെ കുഞ്ഞിതി കിട്ടില്ലേ, അങ്ങനത്തെ ഒനിയൻ്റെ ലീഫ് 2-3 വേറെ കൂട്ട് എന്തൊക്കെയോ പച്ച ഇലകൾ അതിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഈ ഉപ്പും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങ് ഇട്ടു, മീനും ഇട്ടു, വേവിച്ചു. അങ്ങനെ കഴിക്കുകയാണ്. എന്ത് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ലെന്നുള്ളൂ, ജസ്റ്റ് അവർ വേവിച്ച് കഴിക്കുന്നു. പക്ഷെ നമുക്കത് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. സാൽമണൊക്കെ ആണെങ്കിൽ, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ സാൽമണൊക്കെ ജസ്റ്റ്, സിംഗപ്പൂർ എന്നല്ല എല്ലായിടത്തും കേട്ടോ, നമ്മളിപ്പോൾ സുഷി എന്ന് പറയുന്ന സാധനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ജസ്റ്റ് എന്നാ പറയുക, പച്ച മീറ്റ് അല്ലെങ്കിൽ പച്ച ചിക്കൻ അത് അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഓരോ നാടിനും ഓരോ കൾച്ചറല്ലേ. അപ്പോൾ അതങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരൊക്കെ അതിന് ട്രൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, എനിക്കിഷ്ടമേ ഇല്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് മേടിച്ചത് എന്താ സുഷി എന്ന്, എല്ലാവരും സുഷി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് മേടിച്ച് നോക്കി. എനിക്ക് വായിലോട്ട് പോലും വെക്കാൻ തോന്നിയിട്ടില്ല. നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ നല്ല മസാലയൊക്കെ ഇട്ട് മീൻകറിയൊക്കെ കഴിച്ചതുകൊണ്ടേ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് ഫുഡ് ഒരിച്ചിരി മിസ്സാവും കേട്ടോ. നമ്മുടെ കേരളത്തിൽ നമുക്ക് എവിടെ പോയാലും, കേരളത്തിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും ഹോട്ടലാണ്. അതുപോലെ തന്നെ അബുദാബിയിലും ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ടും തിരിഞ്ഞ് നോക്കണ്ട, അവിടെയൊക്കെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ തന്നെ ഹോട്ടൽസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടും ഫുഡിന് നമുക്കൊന്ന് കുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ക്ഷാമം അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ പോലത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ഫുഡുകൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ നാട്ടിലത്തെ കൾച്ചറൊക്കെ അറിയുവാണെങ്കിൽ ഇതൊക്കെയാവും. ഞങ്ങൾ കുറച്ച് ആപ്പിളും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നുള്ളത് അതൊക്കെ എല്ലാം കഴിച്ചു. പിന്നെ നമുക്ക് പറ്റുന്ന കുറച്ച് നഗറ്റ്സ് പോലത്തെ പരിപാടികളൊക്കെ, ബ്രോസ്റ്റഡ് ചിക്കൻ നഗറ്റ്സ് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ച് കഴിക്കുക എന്നുള്ളത്. ഞങ്ങൾ സോസേജ് മേടിച്ചായിരുന്നു. പിന്നെ സോസേജും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരുഭൂമി ഫീലിംഗ് ആണ് ഇത് നടക്കുമ്പോൾ. ആടുജീവിതം കാണാത്തവർക്ക് ആടുജീവിതം കാണുന്ന പോലെയാണ്. നീ കൂടെ നടന്നില്ല, അവിടെ പോയിട്ട് മണ്ണിലും മരുഭൂമിയിലും നടന്നില്ല എന്നുള്ള സംഗതി. ശരിക്കും മരുഭൂമിക്കൂടെ നടക്കുന്ന പോലെ കേട്ടോ. വ്യൂ കാണിച്ചിരുവേ. ശരിക്കും നമുക്ക് ഈ നാട്ടുകാരെയൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽസുമായിട്ട് നമുക്ക് ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ല, ഇപ്പോൾ ഇടി വെട്ടുമ്പോൾ മഴ പെയ്തിട്ട് നമുക്ക് ഇടി വെട്ടുമ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ കൂണ് വിരിയത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ. നമ്മുടെ പിന്നെ ഏത് സീസണിൽ നമ്മുടെ നാട്ടിൽ ചക്ക കഴിക്കുന്നു കുറേ കാലം, മാങ്ങ കഴിക്കുന്നു കുറേ കാലം, അങ്ങനെ ഓരോ സീസണുകളനുസരിച്ച് നമ്മുടെ നേച്ചറിന് എന്ത് വരുന്നു എന്നൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ലോക്കൽസുമായിട്ട് ജസ്റ്റ് ഇവിടെ പണ്ട് മുതലേ ഇപ്പോൾ കുടിയേറി വന്നവരല്ലാണ്ട് ഇവിടെ തന്നെ പണ്ട് മുതലേ ഉള്ളവരോട് സംസാരിച്ചാൽ നമുക്ക് ശരിക്കും അബോറിജിനൽസൊക്കെ ഉള്ളവർ അവരോടൊക്കെ സംസാരിച്ചാൽ ശരിക്കും അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ഇതുവരെ കണ്ടില്ല. നമുക്ക് ഈ ക്യൂൻസ്ലാൻഡിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ, ഇവിടെ അത്രയധികം വന്നിട്ടില്ല. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, മലയുടെ അതിൻ്റെ നടുക്ക് കൂടി ഒരു വഴി എടുത്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം കാറ്റ് നന്നായിട്ട് വീശുന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള മണൽ ഇങ്ങനെ പാറി വരും. അപ്പോൾ കണ്ണടച്ചിട്ട് വേണം ജസ്റ്റ് ഒരു വഴി മാത്രമേ,
മല അങ്ങ് ക്രോസ് ചെയ്യുന്ന സമയത്തേക്ക് അത് ഞങ്ങളൊന്ന് കൺഫ്യൂഷൻ അടിച്ചു എന്ത് ചെയ്യുന്നു. പക്ഷെ നല്ല കാറ്റാണ്, മണൽ നന്നായിട്ട് പറക്കുന്നുണ്ട്. കണ്ണടച്ച് വെച്ചിട്ട് നേരെ ഇറങ്ങാൻ നടക്കുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ണടച്ച് നേരെ ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഇതാണ് നമ്മുടെ കടൽ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ വേറെ കടലുണ്ട്. ഇതിപ്പോൾ ഗോൾവ ബീച്ച് നമുക്ക് അവിടെ നിന്ന് ഒരു ആക്സസ് ഉള്ളത് കൊണ്ട് വന്നതേ ഉള്ളൂ. ഇവിടെ ഒത്തിരി ഈ കടലിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ അഡ്ലേഡ്. അപ്പം ഒത്തിരി സ്ഥലത്ത് നമുക്ക് ബീച്ച് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ബീച്ച് സൈഡുണ്ട്, വേറെയും കുറേ ബീച്ചുകളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഒരു ബീച്ച് ഭയങ്കര തണുപ്പൊക്കെയായിരുന്നു, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല, തണുപ്പൊക്കെയാണ്, നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ട്. കുറേ വണ്ടികളൊക്കെ അവർ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് കണ്ട റോട്ടിൽ കണ്ടില്ലേ, റോട്ടിൽ നിന്ന് കടലിൻ്റെ അവിടെയോടെ കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്തതിൻ്റെ പാടുകൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ഞങ്ങൾ അവിടെ ചെന്ന് നിന്നപ്പോഴും വന്നു കേട്ടോ. ഇവിടുത്തെ ആളുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണേ. അവരിങ്ങനെ ചൂണ്ടും കൊണ്ട് ഇവിടെ ചൂണ്ടയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്തിനാണ്. ഇപ്പോൾ ഇവിടുത്തെ അനുസരിച്ച് നമ്മളങ്ങനെ നമുക്ക് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോസ് ഒന്നും ആൾക്കാരെ നമ്മുടെ നാട്ടിലത്തേക്കാണ് നമ്മൾ പിള്ളേരുടെയൊക്കെ വീഡിയോ എടുക്കത്തില്ല, ഡാൻസൊക്കെ സ്കൂളിലത്തെ പ്രോഗ്രാമിന്. നമ്മളങ്ങനെ സ്കൂളിലത്തെ പ്രോഗ്രാമിനൊന്നും വീഡിയോ എടുക്കാനൊന്നും പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പബ്ലിഷ് ചെയ്യാനല്ല, ജസ്റ്റ് നമുക്ക് വേറൊരു പിള്ളേരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പിള്ളേരുടെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ പ്രൈവസിക്ക് അവർ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയാണെങ്കിൽ കുറച്ച് ആളുകൾ ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു മീൻ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഈ ഏരിയയിൽ മെയിനായിട്ട് മീൻ പിടിക്കാൻ ചൂണ്ടിട്ടിട്ട് മീൻ പിടിക്കാൻ വരുന്നവരാണ് കേട്ടോ. കുറേ മീനുണ്ട്. നമ്മളിപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഡോൾഫിനെ, അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടില്ലേ സീല്, നമ്മളിപ്പം ഇവിടെ പോയിട്ടില്ല. അപ്പോൾ സീലുകൾ, ഡോൾഫിൻ, അതൊക്കെ ഇങ്ങനെ സൈഡ് പോയി. അതുപോലെ ഈ കടലിൽ ബ്ലൂ വെയിൽസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ അതിന് അടുത്ത വീട്ടിൽ ഞാൻ കാണിച്ചു തരാം, അത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കതിന് കാണുന്ന ബ്ലൂ വെയിൽസിനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊരു മൈക്രോസ്കോപ്പ് പോലെയുണ്ട്. ആ സ്പോട്ടിൽ കൂടെ നോക്കിയിട്ട് നമുക്ക് ബ്ലൂ വെയിൽസിൻ്റെ സ്പോട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇങ്ങനെ ബ്ലൂ വെയിൽസും കൊച്ചുങ്ങളും. അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലൈറ്റുകാർ മീൻസ് ഹെലികോപ്റ്റർ പോകുന്നവരും കപ്പലിൽ പോകുന്നവരും ഈ ബ്ലൂ വെയിൽസിനെ ഹാം ചെയ്യാൻ പാടില്ല, അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മളൊന്നും ഹാം ചെയ്യരുതെന്നൊക്കെ. വെള്ളമൊക്കെ നല്ല വെള്ളം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, വെള്ളത്തിന് ഇതിനകത്തേക്ക് അവരിങ്ങനെ ഡ്രൈനേജ് അങ്ങനെ ഇറക്കി വിടുവോ, വെള്ളമൊന്നും ചീത്തയൊന്നും ആക്കുന്നില്ലാത്തതുകൊണ്ട് നല്ല നീലക്കടലാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. തിരയൊക്കെ ആണെങ്കിലും എനിക്കൊന്ന് തിരക്കടലാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വലിയ ആഴം അങ്ങോട്ട് കാണുന്നില്ല. എങ്കിലും ഞങ്ങൾ വെള്ളത്തോട്ടൊന്നും ഇറങ്ങിയില്ല, കാരണം സേഫ്റ്റി നമുക്കറിയത്തില്ല ഇവിടുത്തെ കടൽ എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ പിള്ളേരോട് ഞങ്ങൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അവനിങ്ങനെ തിരയോടൊപ്പം ഓടി ഓടി കളിച്ചത്. അപ്പോൾ വലിയൊരു തിര വന്നപ്പം അവനറിഞ്ഞില്ല, അത് ഇങ്ങ് വരെ എത്തും വിചാരിച്ചില്ല. കുഞ്ഞതായിട്ടാണെങ്കിൽ അത് വന്നപ്പോഴത്തേക്കും അവൻ്റെ ഷൂ നനഞ്ഞു കേട്ടോ. കുറച്ച് നേരം അവനവിടെ നിന്ന് കളിച്ചു. പക്ഷേ തിര ഇച്ചിരി വലിയ തിരയായിരുന്നു. ഇപ്പോൾ വേലി ഇറക്കം വന്നു തോന്നുന്നു, അങ്ങോട്ട് ഇറങ്ങിയേ പോകുന്നത്. കയറുവാണെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നേനെ. അതുകൊണ്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഓടിക്കാൻ വേണ്ടി വരുന്നിട്ട് പോയിട്ട് അങ്ങൊരു ഫിഷിങ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. ഈ ഗോൾവ ബീച്ച് വരുവാണെങ്കിൽ ഫിഷിങ് ചെയ്യാം കേട്ടോ. മീൻ നന്നായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നേരെ ഗോൾവ ബീച്ചിലോട്ട് പോരെ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നിന്നു, ഒന്ന് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു. കാരണം നമുക്ക് വേറെ കാര്യം, നമ്മൾ ഫിഷിംഗ് റോഡും അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങൊന്നും ഇട്ട് നോക്കിയായിരുന്നു. പിന്നെ ഈ 800 മീറ്റർ ഈ ഫിഷിംഗ് റോഡൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ പിള്ളേരുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഫിഷിംഗ് റോഡൊക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ വന്നിരുന്ന് മീൻ പിടിക്കാം കേട്ടോ. അപ്പോൾ അതിപ്പം എല്ലാ സ്ഥലത്തും ഇരുന്നാൽ കിട്ടത്തില്ല. ഈ പാറയുണ്ട് ഇവിടെ ചില സ്ഥലത്ത്, അപ്പോൾ അവിടെ ആണെങ്കിൽ ആഴം കൂടി ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിരുന്നാലാണ് ശരിക്കും നമുക്ക് മീനെ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നോക്കിയിട്ട് എങ്ങാണ്ട് പോകണം. അപ്പോൾ ഇവരുടെ വെച്ച് പങ്ങ് അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളങ്ങോട്ട് പോയില്ല, ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ വിക്ടോറിയ ഹാർബർ എന്ന് പറഞ്ഞൊരു ഹാർബറുണ്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഇനി ഇവിടുത്തെ റെയിൽവേ ഭയങ്കര ഇതാണ്. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ട്രെയിന് കാണണമെങ്കിലും ട്രെയിന് ഈ റീജിയണൽ ഏരിയയിൽ കൂടി പോകുന്ന ട്രെയിനുകൾ വരുന്നൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ട്രെയിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്കത് കാണാൻ വേണ്ടി സമയം കിട്ടിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ ട്രെയിൻ കണ്ടു, ട്രെയിൻ പാളം കണ്ടു, ട്രെയിനും കണ്ടു. പക്ഷേ ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ സ്റ്റേഷനോട്ട് പോയില്ല. ഞങ്ങൾ അന്നേരപ്പോഴത്തേക്കും ഡൈവേഷനായിപ്പോയി, ഞങ്ങളുടെ സമയം തീർന്നു. നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ മാറിയാൽ നമുക്ക് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായി. ഞാനിപ്പോൾ സെറ്ററൊക്കെ പോയി, എന്തൊരു ചൂടാണെന്നറിയാമോ. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ഈ മരങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഷാഡോ ഉള്ളിടത്ത് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ചൂടെടുക്കത്തില്ല. ഇതിപ്പോൾ ശരിക്കും ഡയറക്റ്റ് ഈവൻ എൻവറോൺമെൻറ്റിൽ തണുപ്പാണെങ്കിലും വെയിലിങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടടിക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്ററൊക്കെ വരി. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ 800 മീറ്ററും തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് നടന്നു പോകണം. ഒരു എക്സസൈസാണ്. ഇങ്ങോട്ട് നടന്നു പോയില്ല, ഇനിയിപ്പോൾ തിരിച്ച് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങോട്ട് തിരിച്ച് നടക്കാൻ തന്നെ തീരുമാനിച്ച്, പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് ഈ ഓഫിൻ്റെ ദിവസം കേട്ടോ ഇത് എഡിറ്റ് ചെയ്യുന്നേ. വേണ്ട സ്നേക്കിൻ്റെ
ഹോൾസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ സ്നേഹിക്കിനൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും സ്നേഹിക്കിനൊക്കെ കാണുമോ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ സ്നേഹിക്കിനൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ കാട്ടിക്കൂടെ ഇതിലൂടെയൊക്കെ പോയെങ്കിലും സ്നേഹിക്കിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ. എല്ലായിടത്തും ഇല്ല കേട്ടോ. ഈവൻ കാട്ടിക്കൂടെ പോവുകയാണെങ്കിലും ഈ കുത്തിക്കയറുന്ന പുല്ലുണ്ട്. എവിടെയൊക്കെയാണെങ്കിലും ഒരുതരം പുല്ലുകളുള്ളത്. അങ്ങനത്തെ പുല്ലുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നേക്ക് ഉണ്ടെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്ന ലേബൽ ഞാൻ ഇതുവരെ അഡ്ലേഡിൽ കണ്ടില്ല. കണ്ടുവരുന്നു ഒരു വാട്ടർഫോളിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വാട്ടർഫോളിൽ പോയപ്പോഴത്തേക്കും വെള്ളത്തിലിറങ്ങുക എല്ലാ സ്നേക്സ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ മാത്രമേ ഞാനൊരു സ്നേക്സ് ഉണ്ടെന്നുള്ളൊരു ലേബൽ, ഒരു വാർണിംഗ് ലേബൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചിറങ്ങി. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 മണിയായി. സമയം കിട്ടിയ ഒന്ന് വിക്ടർ ഹാർബറിൽ പോകാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞങ്ങൾ വിക്ടർ ഹാർബർ ലക്ഷ്യമാക്കി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലം അടുത്ത വീഡിയോ കാണിക്കാം. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു, നല്ല ഭംഗിയുള്ള സ്ഥലം. അത് ഞങ്ങൾക്ക് വളരെ വർത്തായി. ഞങ്ങൾ ഫുഡ് തേടി പോയതാണ്. കാരണം ഇതായിരിക്കും നമുക്കൊന്നേരം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഹോട്ടലുകൾ നോക്കി. അങ്ങനെ ഹോട്ടൽ നോക്കി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. നമുക്കിവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പോകുകയാണെങ്കിൽ കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും. ആളുകളും അങ്ങനെ തന്നെ വരുന്നുണ്ട്. എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനത്തെ ഓരോ വാഹനങ്ങളുണ്ടാവും. നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് പോകാൻ വന്നേക്കൂട്ട്. ഈ വണ്ടി എടുത്ത് ഇവരിങ്ങനെ പോകും. എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അവിടെ സെറ്റിലായി കുറച്ച് നേരം കയറി കിടന്നുറങ്ങി റെസ്റ്റ് എടുത്ത് ഫ്രഷായി. അതിൻ്റെ തന്നെ നമുക്ക് കുക്കിങ്ങും എല്ലാം ഉള്ള സാധനങ്ങളുണ്ട്. സൈഡിൽ നിന്നൊക്കെ കുക്ക് ചെയ്യാനുള്ള സ്റ്റൗ ഉണ്ട്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കുക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അതിനുള്ളിൽ കയറി കിടന്നുറങ്ങുക, പിന്നെ അടുത്ത് ട്രാവൽ ചെയ്യുക. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. മറ്റൊരു വീഡിയോ നമ്മുടെ വിക്ടർ ഹാർബറിൽ പോയ ഇതിൻ്റെ വീഡിയോ. അപ്പോൾ അത് കാണുന്ന നമ്പർ എല്ലാവരും ബൈ ബൈ.